ഓണമൊക്കെ ഇങ്ങനെ അടുത്തെത്താറായില്ലേ. അപ്പോൾ നമുക്ക് ഓണത്തിന് വേണ്ടി ഒരു പുളിയിഞ്ചി വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. പുളിയിഞ്ചിയെന്നും ഇഞ്ചിക്കറിയെന്നും ഒക്കെ പറയും. അതിനായിട്ടൊരു 200 ഗ്രാം ഇഞ്ചി എടുത്ത് തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്ത് നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട്. പൊടിയായിട്ട് നുറുക്കിയാലും മതി, ഇല്ലെങ്കിൽ ക്രഷ് ചെയ്യാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 1/4 കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണ ഒന്ന് ചൂടായി വരുമ്പം 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉലുവയും ഒരു 4-5 വറ്റൽമുളകും ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതൊന്ന് മൂത്ത് വരുമ്പം അതിലേക്ക് ഒരു 4 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി അതെല്ലാം കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കരിഞ്ഞു പോകാതെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പം അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തീ ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. എന്നിട്ട് ഇതെല്ലാം കൂടെ ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി, ഈ ഇഞ്ചി ചിലരൊന്ന് പിഴിഞ്ഞ് കളയും, അതിൻ്റെ നൂറ് ഒന്ന് പോകാൻ വേണ്ടി. ഭയങ്കര എരിവ് കുറയാനായിരിക്കും. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തില്ല, നേരിട്ട് ചേർത്ത് കൊടുക്കുമായിരുന്നു. പിന്നെ ചിലർ തീരെ പൊടിയായിട്ട് നുറുക്കിയെടുക്കുകയും ചെയ്യും ക്രഷ് ചെയ്യുന്നതിന് പകരം. എങ്ങനെയായാലും മതി. ഇനി അത് ആ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൊരിയണം. നമ്മുടെ ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് കഴിയുമ്പം അതിലേക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർത്ത് കൊടുക്കും. കുറച്ച് പുളിയെടുത്ത് ചൂടുവെള്ളത്തിലിട്ട് നേരത്തെ മാറ്റി വയ്ക്കണം. അത് പിഴിഞ്ഞൊഴിച്ച് എന്നിട്ട് ഇതെല്ലാം കൂടെ തിളച്ച് നന്നായിട്ടൊന്ന് കുറുകി വരുമ്പം അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കരപ്പൊടി ഇല്ലെങ്കിൽ ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് നേരം കൂടെ ഒന്ന് തിളച്ച് കുറുകി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരും. ആ സമയത്ത് നല്ലൊരു പുളിയിഞ്ചിയുടെ മണവും വരും. ഇത്രയേ ഉള്ളൂ. നമ്മുടെ പുളിയിഞ്ചി ഇവിടെ പാകമായി കഴിഞ്ഞു. ഇനി അതിനെ ചൂടാറി കഴിയുമ്പം നല്ല ഉണങ്ങിയ ഗ്ലാസ് ബോട്ടിലിലേക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ഇത് പുറത്ത് തന്നെ എത്ര നാൾ വെച്ചാലും കേടുവരില്ല. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുളിയിഞ്ചി. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും ഈ റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.